ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അന്വേഷണം ബിനീഷ് കോടിയേരിയിലേക്കും. ആക്രമണം നടന്ന ദിവസത്തെ ബിനീഷിന്റെ ഫോൺ കോൾ വിവരങ്ങൾ ശേഖരിച്ചു. പ്രതികളുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നതായി ED നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായാണിത്. വിവരങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷെ, എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഇത് ബിനീഷ് കോടിയേരി ചെയ്തു നൽകിയ ഉദ്ദിഷ്ട കാര്യത്തിന് വിജയന്റെയും ഗോവിന്ദന്റെയും ഉപകാരസ്മരണയായിരുന്നു പുതുക്കി നൽകിയ CPM അംഗത്വം. എന്തായാലും ഇപ്പോൾ ഈ സഖാക്കളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തുടനീളം ED ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം അഴിച്ചുവിടാൻ കോപ്പ് കൂട്ടിയത് ബിനീഷ് കോടിയേരിയാണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തുവരുന്നത്. എങ്ങനെയാണ് അന്വേഷണ സംഘം ഈ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്? അങ്ങനെയാണെങ്കിൽ ഇനി എങ്ങനെയാകും അന്വേഷണത്തിന്റെ തുടർ നടപടികൾ? ബിനീഷ്. അശ്വതി, ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചന സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നേരത്തെ 25 പ്രതികളെ കേസിൽ പ്രതികളാക്കിക്കൊണ്ട്, ഈ വിഷയത്തിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 25 പേരെ പ്രതികളാക്കിക്കൊണ്ട് നേരത്തെ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതാണ്. അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇതിനു പിന്നിൽ എന്തായിരുന്നു, അല്ലെങ്കിൽ ഈ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടാണോ, പദ്ധതി തയ്യാറാക്കിക്കൊണ്ടാണോ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് എന്ന തരത്തിലുള്ള ഒരു ചർച്ച അത് കോടതിയുടെ ഭാഗത്തു നിന്ന് പോലും പല ഘട്ടങ്ങളിലുണ്ടായി. ആ ചർച്ച ഉയർന്നു വന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ കോടതിയുടെ അത്തരം ചോദ്യം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഈ കേസിന്റെ ഗൂഢാലോചന സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കുന്നത്. ഈ അന്വേഷണത്തിലാണ് ബിനീഷ് കോടിയേരിക്കും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് സംബന്ധിച്ചുള്ള സംശയം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബിനീഷ് കോടിയേരിയുടെ ഫോൺ രേഖകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുള്ളതും. അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരത്തിലാണ്. 25 പ്രതികളാണ് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലുള്ളത്. ആ 25 പ്രതികളിൽ കുറേ പേരെങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ച് ബിനീഷ് കോടിയേരി അവരെ ഫോണിൽ നേരിട്ട് തന്നെ, ഈ പ്രശ്നം നടക്കുന്നതിന് മുമ്പ് തന്നെ ഫോണിൽ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, തെളിവുകൾ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബിനീഷ് കോടിയേരി ഉടൻ തന്നെ ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘം വിളിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഉന്നത CPM നേതാക്കൾക്കും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CPMന്റെ സംസ്ഥാന സമിതി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ പങ്കുണ്ട്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിൽ പങ്കുണ്ട്, ഗൂഢാലോചനയിൽ പങ്കുണ്ട്. പ്രത്യേകിച്ച് വിവിധ ഭാഗങ്ങളിലുള്ള CPM പ്രവർത്തകരെ ഒരുമിച്ച് കൂട്ടിയതും, ഒപ്പം തന്നെ ടൗണിലെ, തിരുവനന്തപുരം നഗരത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഗുണ്ടാ നേതാക്കളെ അടക്കമുള്ളവർ, CPMന്റെ അക്രമകാരികളായ നേതാക്കളെ അടക്കമുള്ളവരെ ഒരുമിപ്പിച്ചത് ബിനീഷ് കോടിയേരിയാണ് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബിനീഷ് കോടിയേരിയെ വരും ദിവസങ്ങളിൽ EDയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ആ കേസിൽ ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘം വിളിപ്പിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം CPMന്റെ ഉന്നത സംസ്ഥാന നേതാക്കളെയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ പോലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ ഗൂഢാലോചനയുടെ ഭാഗമായി ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കൂടുതൽ CPM നേതാക്കൾ കേസിൽ കുടുങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള അന്വേഷണം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പല ഘട്ടങ്ങളിലും ഈ കേസിൽ നേരിട്ടിടപെട്ട്, അല്ലെങ്കിൽ അക്രമം അഴിച്ചുവിട്ട ആളുകളെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള CPM പ്രവർത്തകരെയായിരുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം പിടികൂടി റിമാൻഡ് ചെയ്തതെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ CPMന്റെ കയ്യിൽ നിന്ന് പോലും കൈവിട്ടു പോയിരിക്കുന്നു. കാര്യം മറ്റൊന്നും കൊണ്ടല്ല, നിലവിൽ ഗൂഢാലോചന നടത്തിയ നേതാക്കളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ഇപ്പോൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ തെളിവുകൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ CPM നേതാക്കളും ബിനീഷ് കോടിയേരി അടക്കമുള്ളവർ കേസിൽ കുടുങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനീഷ്, വിവരങ്ങൾ വ്യക്തമാണ്, കൃത്യമാണ്. എന്നാലും സംസ്ഥാനത്തെ ക്രമസമാധാനം കയ്യിലെടുക്കാൻ, സംസ്ഥാനത്ത് ഒരു കലാപം ആഹ്വാനം ചെയ്യാൻ, അല്ലെങ്കിൽ സംസ്ഥാനത്തെ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ഏത് മുതിർന്ന സഖാവിന്റെ ഈ മാസ്റ്റർ പ്ലാനിന് പിറകിലാണ് ഈ ഇളം തലമുറക്കാരനായ ബിനീഷ് കോടിയേരി പ്രവർത്തിച്ചത്, കരുക്കൾ നീക്കിയത്? അതൊക്കെയാണ് കണ്ടറിയേണ്ടത്. ബിനീഷ് കോടിയേരിക്ക് ഈ കേസിൽ നിർണായക പങ്കുണ്ടെന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ബിനീഷ് കോടിയേരിയുടെ കോളുകൾ അടക്കം പരിശോധിക്കും. ഈ പ്രതികളുമായി എന്താണ് ബന്ധം, ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്നതടക്കം ED ഉദ്യോഗസ്ഥർ
ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തലസ്ഥാനത്ത് നിന്നും വി വിനീഷ്.